ഈ ഡിസംബർ മാസത്തിൽ വായിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു റൊമാൻറ്റിക് പുസ്തകം പരിചയപ്പെട്ടാലോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ജോയ് സിൽവർ എഴുതിയിട്ടുള്ള വൺ ഡേ ഇൻ ഡിസംബർ എന്ന് പറയുന്ന ഒരു അടിപൊളി റൊമാൻറ്റിക് പുസ്തകമാണ്. ഈ ഒരു കഥ നടക്കുന്ന ലണ്ടനിലാണ്. നമ്മുടെ നായികയായിട്ടുള്ള ലൂറിയ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യാണ്. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് ലൂറിയയുടെ കണ്ണോടക്കാണ്. ഈ ലവേഴ്സ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം ലൂറിയയിൽ ഉണ്ടാവാണ്. അയാളെ സ്വന്തമാക്കണമെന്ന് ലൂറിയക്ക് തോന്നുകയാണ്. ഇയാളെ തേടി പലയിടത്തും ലൂറിയ അലയുന്നുണ്ട്. ഈ ഒരു കാര്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സാറയോട് പറയുകയും അവരയാൾക്ക് ബസ് ബോയ് എന്ന് പേരിടുകയും ചെയ്യാണ്. ഒരു വർഷക്കാലം ഇയാളെ തേടി പലയിടത്ത് അലയുന്നുണ്ടെങ്കിലും എവിടെയും ഇയാളെ കണ്ടുകിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ അടുത്ത ഡിസംബറായി സാറ അവളെ ഡിസംബർ പാർട്ടിക്ക് അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജാക്കിനെ ലൂറിയക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാണ്. ജാക്കിനെ കണ്ടപ്പോൾ ലൂറി ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അവളന്ന് ആ ബസ് സ്റ്റോപ്പിൽ കണ്ട അവൾ അന്വേഷിച്ച് നടന്ന ആ ഒരു ബസ് ബോയ് ആയിരുന്നു സാറയുടെ ഇപ്പോഴത്തെ ലവർ. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചതിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ലൂറിയ അവളുടെ ആ സ്നേഹം അവളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയും അത് അവളുടെ മനസ്സിൽ കുഴിച്ചിടുകയും ചെയ്യാണ്. അങ്ങനെ പോകെ പോകെ ലൂറിയും ജാക്കിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ബസ്സിലുണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ജാക്കുമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സാറയില്ലാത്ത ഒരു നിമിഷം ജാക്കിന്റെയും ലോറിയുടെ ഇടയിൽ ഒരു കിസ്സിംഗ് നടക്കുന്നുണ്ട്. അവർക്ക് വല്ലാത്തൊരു ഗിൽറ്റ് ഫീൽ തോന്നുകയാണ്. അങ്ങനെ ലോറിയ തായ്ലൻഡിലേക്ക് പോവുകയും ചെയ്യാണ്. തായ്ലൻഡിൽ വെച്ചിട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഓസ്കറുമായിട്ട് ലൂറിയ പരിചയപ്പെടുകയും അവരുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ അവർ തിരികെ ഇംഗ്ലണ്ടിലേക്ക് വരാണ്. അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിവാഹത്തിന് തൊട്ടു മുമ്പ് സാറയോട് ലൂറിയ ആ ഒരു രഹസ്യം വെളിപ്പെടുത്താണ് ഇവൾ അന്വേഷിച്ച് നടന്ന ആ ഒരു ബസ് ബോയ് ജാക്ക് ആയിരുന്നു എന്നുള്ളത്. പിന്നീട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തായിരിക്കും സംഭവിക്കുക? ലൂറിയയ്ക്ക് ജാക്കിനെ സ്വന്താക്കാൻ കഴിയുമോ? ഈ ഒരു നോവൽ നമുക്ക് ഹാപ്പിലി എവർ ആഫ്റ്റർ മൊമെന്റ് സമ്മാനിക്കുമോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അടിപൊളി റൊമാൻറ്റിക് പുസ്തകമാണിത്. റൊമാൻറ്റിക് പുസ്തകങ്ങൾ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.